അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ പട്ടിക അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പട്ടികയായിട്ട് യൂസ് ചെയ്തിട്ട് 3/4 പൈപ്പാണ്. ഈ വശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ്, ഒരു 5.5 അടി പുറത്തേക്ക് തള്ളിയിട്ടാണ് സ്ട്രക്ചർ നിൽക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഒരു വശം 20 അടിയും ഒരു വശം 15 അടിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്ക്വയർ ആക്കിയിട്ടാണ് നമ്മുടെ സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പർലിംഗ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഒരു ലെങ്ത്ത് വെച്ചിട്ട് ഏകദേശം നമ്മൾ ഒരു സൈഡിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി അടിച്ചിട്ട് വേണം ഫ്രണ്ടിൽ പട്ടി അടിക്കാൻ. അടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി ഇതിൻ്റെ ബാക്കിലേക്കുള്ള പട്ടികൾ നമ്മൾ അടിക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3/4 പൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടേപ്പ് അളവ് വെച്ചിട്ട് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു മാല് സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് പൈപ്പ് വെൽഡിങ് അടിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നല്ല മഴക്കാറും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. മഴ ഇടയ്ക്ക് വന്നു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നല്ല കാറ്റുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിൽ ഏകദേശം നമ്മൾ 12 അടി ഷീറ്റാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒന്നും കൂടി സ്ട്രക്ചർ ചെറുതാക്കിയിട്ട് ഒതുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പട്ടിക അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച് അതിൽ കട്ടിങ് പോകും. ഈ ഒരു തള്ളിച്ചയിൽ വെച്ചിട്ടൊക്കെ ഒരു 6 ഇഞ്ച് നമുക്ക് കട്ടിങ് പോകും കേട്ടോ, ആ തള്ളി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സ്ട്രക്ചറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.